നവീൻ ജോൺ. ഇത് കാസർഗോഡ് മുഴുവനായി ചിത്രീകരിച്ച ഒരു സിനിമയാണ്. അപ്പോൾ പ്രൊഡ്യൂസർ കൊടുക്കും. നമസ്കാരം, എൻ്റെ പേര് ദിനേഷ്. കൊലപള്ളി ഫിലിംസിൻ്റെ ബാനറിൽ നവീൻ ജോൺ സംവിധാനം ചെയ്യുന്ന പാർട്ട്നേഴ്സ് എന്ന ഫിലിം. എല്ലാവർക്കും സ്വാഗതം. കാസർഗോഡിനെ വളരെ മനോഹരമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പറ്റം നല്ല ആർട്ടിസ്റ്റുകൾ, നല്ല ടെക്നീഷ്യന്മാരെല്ലാം കൂടെ എന്താ പറയുന്നത് നന്നായി ഏറ്റവും നന്നായി വന്നിരിക്കുന്ന ഒരു സിനിമയുടെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മളെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. സജുവിനെ ഒരു കഥാപാത്രം പുള്ളിയാണ്. പുള്ളിയുടെ കഥാപാത്രം പേര് ചാക്കോ. ഇറങ്ങിയോന്ന് എനിക്കറിയില്ല, തീരുമാനിക്കാം. ഇത്തരം പ്രഷറുകളൊക്കെ ഭയങ്കരമാകുന്നുണ്ടോ? ഇന്റർവ്യൂ ഭയങ്കര ഭീകരമാക്കാൻ വേണ്ടിട്ട് ഷാജമേട്ടനൊക്കെ പറയുന്നത് ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻ ആണല്ലോ പുള്ളി വന്നത്. സിനിമയെ കുറിച്ചല്ലേ പറഞ്ഞത്, ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പ്രശ്നമുണ്ട്. സിനിമ റിലീസിനെ കുറിച്ച് പ്രശ്നമില്ല. ഇന്ന് എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ട്. അത് ഈ വർഷങ്ങളുണ്ട്. ഫിലിം ഫെസ്റ്റിവൽ ചേട്ടൻ്റെ ഈ സിദ്ധമായിട്ടുള്ള സംസാരത്തില് ഉപയോഗിക്കുന്ന ഈ കൗണ്ടറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എപ്പോഴെങ്കിലും ഈ തിരിച്ച് കൗണ്ടറുകളിലേക്കൊക്കെ പോയാൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരുപാടുണ്ട്. ധ്യാന്റെ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ധ്യാൻ ഇതിനകത്തൊക്കെ എത്ര സിനിമകളുണ്ടെന്ന് അറിയാവോ എന്നോട് ഞാൻ ചോദിച്ചു. ധ്യാൻ പറയുന്ന ഒരു കഥയിൽ നമുക്കൊരു 3 സിനിമയ്ക്കുള്ള പ്ലോട്ടുകളുണ്ടാകും. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനകത്ത് എത്ര സിനിമകളുണ്ടെന്ന് അറിയാൻ ചേട്ടൻ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും കുറെ പരിപാടികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. വളരെ ഇൻട്രസ്റ്റ്. ധ്യാന്റെ കഥ കേട്ടാൽ തന്നെ കുറേ സിനിമകൾക്കുള്ള പരിപാടികൾ അതിനകത്തുണ്ട്. ഒരുപാട് ധ്യാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, അത് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതെല്ലാം നമ്മൾ പിന്നീട് ആലോചിക്കുമ്പം നമുക്കത് ഒരുപാട് തമാശ ഫീൽ ചെയ്യും. അത് അതിൻ്റെതായ രീതിയിൽ അത് നമ്മളോട് ഒരാളൊരു സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പം അദ്ദേഹത്തിന് അത്ര ഉറപ്പുണ്ടാവും നമ്മളത് എൻജോയ് ചെയ്യുന്നുള്ളത്. അപ്പൊ അദ്ദേഹം അന്ന് കാണിച്ചതൊക്കെ തെറ്റാണെന്ന് അദ്ദേഹം തന്നെ അത് നമ്മൾ ചിരിയോടുകൂടിയാണ്. പക്ഷെ അപ്പോഴും നമുക്ക് അദ്ദേഹത്തിനോടൊരു ദേഷ്യം ഒന്നും തോന്നില്ല. അപ്പൊ അങ്ങനെ കുറേ കഥകളുണ്ട്. തീർച്ചയായിട്ടും എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാനത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ധ്യാൻ തന്നെ അത് ഉപയോഗിക്കും. കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരാളാണ് ധ്യാൻ, നമുക്കറിയാം. സമയം കിട്ടണ്ടേ? ഈ അയ്യർ ഇൻ ദുബായ് എന്ന് പറയുന്ന മൂവിയുടെ പ്രൊമോഷന് മുകേഷ് ഏട്ടൻ പറയണ്ടായി. ലൊക്കേഷനിൽ ധ്യാൻ പല കഥകളും പറയും. മുകേഷ് ഏട്ടൻ ഓർക്കും, ചേട്ടാ ഇവന്റെ അച്ഛന്റെ കൂട്ടുകാരനല്ലേ, എന്നോട് ഇതിപ്പോ പറയാൻ കൊള്ളാവോ എന്ന് ഓർക്കുന്നു പറയും. അപ്പൊ അതുപോലത്തെ രസകരമായിട്ടുള്ള എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെ? ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ വേറെ ടൈപ്പ് സിനിമയായിട്ട് ഇറക്കുന്നത്. ഈ പാർട്ട്നേഴ്സ് എന്നുള്ളൊരു പേര് ഇപ്പൊ താങ്കൾ തന്നെ പറയണ്ടായി. കുറച്ച് 3-4 പേര് പല സാഹചര്യങ്ങളിൽ ബാങ്കിൽ ജോലിക്ക് വരുന്നു. അപ്പൊ ഇത് ബോധപൂർവമായി പ്രേക്ഷകനെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഇവരെല്ലാവരും ഗ്യാങ് ആയിരിക്കും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പേരാണോ? നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ടെസ്റ്റുകളും ഒളിപ്പിച്ചിട്ടൊരു സിനിമയായിരിക്കും പാർട്ട്നേഴ്സ്. പേരിടാൻ കാരണം എന്ന് പറയുന്നത് ഓൺലി ക്രൈം എന്ന് പറയുന്നത് അവരൊരു പാർട്ട്നേഴ്സ് ആവാൻ കാരണം ഒരു ക്രൈമാണ്. അവര് ജീവിതത്തിലെ മുൻപ് പരിചയമില്ലാത്ത ജീവിതത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒരു ക്രൈമിന്റെ പേരിൽ ഒരുമിച്ചാവുകയും പിന്നീട് അവരെ ഒരുമിച്ച് പിന്നീടുള്ള ജീവിതം കൊണ്ടാണ് അങ്ങനെ പേരിട്ടത്. ശ്രീകാന്ത് ജ്യേഷ്ഠന്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടല്ലോ, ഒരു സിനിമയും സംവിധാനം ചെയ്തിട്ടുണ്ടല്ലോ ധ്യാൻ ചേട്ടന്റെ. അപ്പോൾ ഇവരെ ഒരുമിച്ച് ഈ പേരൊക്കെ മറന്നുപോയോ? അപ്പൊ ഇവർ രണ്ടുപേരുള്ള സാമ്യതകൾ എന്താണ്? ഇപ്പൊ ഒരാൾ പറയുന്നതിൽ കഥകളിൽ കുറെ നന്മയുണ്ട്, രണ്ടാമത്തെ ആൾ പറയുന്നതിൽ ഒരു ഹാസ്യമുണ്ട്. അപ്പൊ ക്യാരക്ടറിലുള്ള സാമ്യതകളും വ്യത്യാസങ്ങളൊക്കെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നു? എനിക്ക് തോന്നിയത് ഞാൻ ധ്യാനിന്റെ ഒപ്പം
ഇത് മൂന്നാമത്തെ സിനിമയാണ്. ഈ 3 സിനിമകളിൽ നമുക്ക് കുറേയേറെ സമയം സംസാരിക്കാനായിട്ട് കിട്ടി. അപ്പോൾ ഇപ്പോൾ ഷാജുൻ പറഞ്ഞതും സഞ്ജു പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഈ ജീവിതാനുഭവ കഥകൾ കൂടാതെ പല ഞങ്ങളുടെ മനസ്സിലുള്ള പ്ലാനുള്ള പല സ്ക്രിപ്റ്റുകളും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും മനസ്സിലായത് നിറയെ ഒത്തിരി കഥകളും പൊതുവെ നമ്മൾ പലപ്പോഴും നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഓർത്തു വയ്ക്കാത്തതുപോലെ അതെല്ലാം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുകയും അത് വേണ്ട ഇടങ്ങളിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാൽപ്പനികത ചെയ്ത് പറയുന്ന ഒരാളാണ്. വിനീതും അങ്ങനെ തന്നെയാണ്. വിനീതും കഥ പറയുമ്പോൾ വിനീതിൻ്റെ കൂടി ഈ പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് മുമ്പ് മറ്റു പല സിനിമകളും ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ രണ്ടുപേരും കഥ പറഞ്ഞിട്ട് രണ്ടുപേരും 2 ശൈലിയുണ്ട്, 2 രീതിയുണ്ട്. ഞാൻ ഒരു കഥ പറഞ്ഞ് അത് ചിലപ്പോൾ പകുതി നിർത്തി കഥ എന്ന് പറയും. വിനീത് അങ്ങനെയല്ല. വിനീതൊരു ഒരു പരിപാടി പറഞ്ഞാൽ അതിൻ്റെ ഒരറ്റം വരെ എത്തിച്ചിട്ടേ പറയുന്നത്. ഞാൻ എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. തൊട്ട് ഇങ്ങോട്ടെ ഈ ഇടനിലക്കാരൻ റോളുകൾ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ചേർന്നൂരിൽ ഉണ്ടാവും. മിഡിൽമാൻ പരിപാടി പാർട്ട്നേഴ്സിൽ ആ വിധത്തിലുള്ള ഒരു കാര്യമായിരിക്കും. അത് പറയാനൊരുപാടില്ല. അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം എന്നെ പോലൊരു നടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് ചൂസ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പലപ്പോഴും എഴുത്തുകാരും സംവിധായകരും ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ ആയാൾ ശ്രീകാന്തിനോട് ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം എന്ന്. ഇപ്പം പകുതി ജോലി അവർ ചെയ്തു കഴിഞ്ഞു, നമ്മൾ പിന്നെ പോയിട്ട് അത് പെർഫോം ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അതിൽ ഈ പറഞ്ഞതുപോലെയുള്ള മുൻപുള്ള അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ അത് ആവാം, വക്കീലാണെങ്കിൽ ആവാം. എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് വക്കീൽ വേഷമാണല്ലോ കൂടുതൽ. അപ്പോൾ എനിക്കും ചെയ്യാൻ പറ്റുന്നത് അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പലയിടത്തും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വ്യത്യാസമായിട്ട് ഈ പറയുന്ന വക്കീൽ ആ വക്കീലിൽ നിന്നും ഈ വക്കീലിന് എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. അപ്പൊ ഇതില് പോലീസാണ്. ഞാൻ പോസ്റ്ററുകളൊക്കെ കണ്ടതുകൊണ്ട് പറയുന്നത് പോലീസാണ്. എൻ്റെ ഒരു 14-15 പോലീസ് പായി. അപ്പോൾ ഞാൻ ആ നിലയ്ക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റൈറ്റ് ഡയറക്ടർ ഈ സിനിമയുടെ കോറൈറ്റേഴ്സ് ആയിട്ടുള്ള ഹരിപ്രസാദും പ്രശാന്തപ്പെടുത്തുണ്ട്. ഞങ്ങളുടെ തിരിച്ചാണ് നവീന്റെ കൂടെ അവരോട് ചേർന്നിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവര് നമുക്ക് നമ്മുടെ കഥാപാത്രം എന്താണെന്ന് തീരുമാനിച്ചിട്ട് അവര് പറഞ്ഞു തരുന്ന പോലെ ചെയ്യാവുന്നതായിരുന്നു പരിപാടി. അവിടെ പിന്നെ ഈ പറഞ്ഞതിൽ അവർക്ക് പക്ഷേ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള പോലീസ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒരുപക്ഷെ പലതും റിലീസ് ആവാതിരിക്കുകയും അല്ലെങ്കിൽ കാണാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ത് ഉത്തരവാദിത്വം അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ആ ഒരു ചലഞ്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവസരങ്ങൾ ആണ് എന്നെ പോലുള്ള ഒരാൾക്ക് ഞാനിപ്പോഴും അവസരങ്ങളാണ് അന്വേഷിക്കുക. അപ്പോൾ ഇടനിലക്കാരനായി കണ്ടെങ്കിൽ അത് എന്റെ തീരുമാനമായിരുന്നില്ല. അതാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും സിനിമകൾ ചെയ്യുന്നതാണ്, സിനിമ നോക്കി കാണുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനറേഷൻസ് മാറുന്നതുകൊണ്ടാണോ അത് അന്നുണ്ടായിരുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാട് വർഷങ്ങൾ കഴിയുമ്പോൾ കാഴ്ചപ്പാട് മാറുന്നതുകൊണ്ടാണോ പിന്നീട് ആവശ്യം? അല്ല, ഇത് ഈ സിനിമയൊക്കെ അതുപോലെയാണ്. ഇപ്പം ചില സിനിമകൾ ഓർത്ത് ഇപ്പം ഇപ്പം ആടൊക്കെ മിനി സ്ക്രീനിൽ ചില സിനിമകള് സ്മോൾ സ്ക്രീനിൽ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹ്യൂമർ ഇതിനാന്ന് ഓടാത്ത സിനിമയാന്ന് പലരും പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചില സിനിമകൾ മിനി സ്ക്രീനിൽ വരുമ്പോൾ അല്ലെങ്കിൽ ടി വിയിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉണ്ടാവും, ചിരിക്കാനുള്ള സാധനങ്ങളുണ്ട്. ഇപ്പം ആട് ഫോർ എക്സാമ്പിൾ. അപ്പൊ അത് അന്ന് ചിലപ്പോ ആ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ആൾക്കാർക്കൊരു ഫസ്റ്റ് സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടല്ലോ, ഫസ്റ്റ് വരുന്ന ആൾക്കാർ അവരുടെ റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ പലപ്പോഴും ഫസ്റ്റ് 3 days വരുന്ന ഒരു ഓഡിയൻസിന്റെ റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ ഈ പടം കൊള്ളെന്ന് പറഞ്ഞിട്ട് ഒരു 4-ാമത്തെ ദിവസം കൊണ്ട് ഡ്രോപ്പ് ആയിട്ടുണ്ടോ പടം വരുന്നുണ്ടോ പിന്നെ ഉള്ളവരോ. പിന്നെ ഇത് ടി വിയിലൊക്കെ വന്നിട്ട് ഇത് കാണാതെ കുറെ ആൾക്കാർ വരും. ഇത് പറഞ്ഞ പോലെ ഒന്നുമല്ലോ, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ പിന്നെ വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് മിനി സ്ക്രീൻ അല്ലെങ്കിൽ സ്മോൾ ഫോൺ അല്ലെങ്കിൽ ഇതുപോലെ സാധനത്തിനകത്ത് വരുന്ന സമയത്ത് വേർഡ് ഓഫ് മൗത്തിലാണ് ഇതൊക്കെ വീണ്ടും പിക്കായി വരുന്നത്. ഇത് ഓടേണ്ട സിനിമയായിരുന്നല്ലോ, ഇത് നല്ല രസമുണ്ടല്ലോ, ഇത് ചിരിക്കാനുണ്ടല്ലോ. അപ്പൊ ഈ വരുന്ന 3 days വരുന്ന ഓഡിയൻസ് ഭയങ്കര ക്രൂഷ്യലാണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം. ആ അത്തരം ഓഡിയൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓഡിയൻസ് പറയുന്ന അല്ലെങ്കിൽ അന്ന് അവരുണ്ടാക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അത് ഏറ്റവും ചെറുപ്പക്കാരായിരിക്കും. ഇന്നിപ്പോ ഡെഫിനറ്റ്ലി ചെറുപ്പക്കാർ. അപ്പൊ ഇന്നത്തെ യങ് ഓഡിയൻസിന്റെ ഒരു അതാണ് കരിമോഡ് ചെയ്യുന്നത്, മുന്നോട്ടുള്ള ഈ പടം നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. അത് കണ്ടിട്ടാണ് ഫാമിലി വരുന്നത് അല്ലെ. അപ്പൊ ചെറുപ്പക്കാർ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ശേഷം അത് കേട്ടിട്ട് പിന്നെ കുടുംബ പ്രേക്ഷകരും അവരൊക്കെ വരുന്നതിന് ശേഷമാണ്. അപ്പൊ വേർഡ് ഓഫ് മൗത്ത് ആണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. ഇപ്പൊ ബിഗ് ബി എനിക്ക് തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ കൈയടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെയാണ് അതിന്റെ കൂടെ ഓപ്പോസിറ്റ് വന്നത് ചോട്ടാ മുംബൈ. അപ്പം അതിനോടൊപ്പം ഓപ്പോസിഷൻ വന്നത് ബ്ലോക്ക് ബസ്റ്റർ ആവുകയും
അപ്പൊ അതിന്റെ കൂടെ വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതല്ലാതെ ബിഗ് ബി അന്ന് ആവറേജ് ഹിറ്റ് ഒന്നല്ല, അത് വലിയ ഹിറ്റ് തന്നെയായിരുന്നു ബിഗ് ബി ആ സമയത്ത്. അടുത്ത ഒരു ചോദ്യം ഒരു ചോദ്യം ഒരാളിവിടെ ചോദിക്കും. അല്ലാത്ത ചോദ്യമായിരിക്കും. കഴിഞ്ഞ പല ഇന്റർവ്യൂകളിൽ ചില സമയത്ത് പറഞ്ഞു ഞാൻ കൊള്ളില്ലാത്ത പടമാണെങ്കിൽ ചില ഹിന്റ് തരും. അപ്പൊ പാർട്ട്നേഴ്സിനെ പറ്റി അങ്ങനെ നല്ല ഹിന്റ് അത് എന്റെ ഇന്റർവ്യൂ ഫാൻസിന് മനസ്സിലാവും. ഇതപ്പോ ഒക്കെ ആയിരിക്കും. അല്ല അങ്ങനല്ല, അങ്ങനെയാണ്. ചേട്ടാ ഷൈൻ ടോം ചാക്കോ ചേട്ടനാണെങ്കിൽ ഫോൺ ഇറങ്ങിയിട്ടാണല്ലോ വൈറലായത്. അപ്പൊ ചേട്ടൻ ഇന്റർവ്യൂസിന് എപ്പോഴെങ്കിലും എന്തെങ്കിലും എടുത്ത് എറിയാൻ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഫോൺ ഇറന്നിട്ടാണോ ഷൈൻ വൈറലായത്? അല്ല, അങ്ങനെയല്ല കൂടുതൽ എല്ലാവരും കണ്ടത് ആ ഇന്റർവ്യൂ ഇത്രയും ബുദ്ധിമാന്മാരുടെ പിന്നെ ആരോ പറഞ്ഞു വലിച്ചതാ ചോദ്യം ചോദിക്കാൻ വേണ്ടി. അവരായിരിക്കും കട്ട് ചെയ്ത് നടന്നേക്കും. എനിക്ക് താങ്ക്സ്.